എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഒരാൾ നടന്നുപോയി സമാധിയായിരുന്നുവെന്നും അതിൻ്റെ ചടങ്ങുകൾ അച്ഛൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുന്നത് മകൻ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ള മറുപടിയാണ് കേരളം എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9-ാം തീയതി രാവിലെ മുതൽ ഇന്ന് വരെ ഗോപൻ സ്വാമിയുടെ നെയ്യാറ്റിൻകരയിൽ വീട്ടിൽ നടന്ന ദുരൂഹവും ആത്മീയതയുടെ പരകോടിയിലെന്ന് വിശ്വസിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ മകൻ രാജസേനനും ഭാര്യയും ഒക്കെ തന്നെ പറയുന്നത് മലയാളികളെ അമ്പരപ്പിക്കുന്നുണ്ട്. വിശ്വസിക്കണമോ വിശ്വസിക്കണ്ടയോ ഈ ഒരു ചോദ്യത്തിലുപരി നാട്ടുകാരും പോലീസുകാരും ജില്ലാ ഭരണകൂടവും അമ്പരന്നിരിക്കുന്ന ചില വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അച്ഛനെ സമാധിയിരുത്തി അച്ഛൻ്റെ പ്രാണൻ പോകുന്നത് നോക്കി നിൽക്കുന്ന ഒരു മകൻ, അത് കണ്ട് ആത്മനിർവൃതി അടയുന്നു. ഈ വാക്കുകളെ ജനാധിപത്യ രാജ്യത്തെ നിയമങ്ങളും നിയമസംരക്ഷകരുമൊക്കെ നോക്കുകുത്തിയായി കേട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് ഏവരെയും അതിശയിപ്പിക്കുന്നത് പോലും. നെയ്ത്ത് ജോലിയും ചുമട്ടുതൊഴിലുമൊക്കെ ചെയ്തു പോന്നിരുന്ന ഒരു വ്യക്തിയായ മണിയൻ പിന്നീട് ഗോപൻ സ്വാമിയായി ആത്മീയതയുടെ പാതയിൽ സഞ്ചരിച്ചു തുടങ്ങി. ആദ്യം അതിയന്നൂർ കാവുവിളാകത്ത് പ്ലാവിളയിലായിരുന്നു താമസം. പിന്നീട് ജീവിതം നെയ്ത്ത് തൊഴിലാളിയായി ആരംഭിച്ച് ചുമട്ടുതൊഴിലാളിയായി പിന്നീട് ആറാലുമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറി. പിന്നീട് ആത്മീയതയുടെ പാത പിന്തുടർന്നു. പിന്നീട് ഗോപൻ സ്വാമി എന്ന പേര് സ്വീകരിച്ചു. സ്വന്തമായി തന്നെ ഒരു ക്ഷേത്രം പണിഞ്ഞ് പൂജ തുടങ്ങി. 20 വർഷം മുമ്പ് കാവുളയിൽ സ്ഥലം വാങ്ങിയ സ്ഥലത്ത് വീട് വെച്ചു. പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവ ക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ ചെയ്തു. രാത്രിയിലടക്കം ആഭിചാര കർമ്മങ്ങൾ പോലും ഇവിടെ നടത്തിയെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആരോപണം. വളരെ ദുരൂഹമായ സാഹചര്യം, അന്തരീക്ഷം. പ്രമേഹമുണ്ടായിരുന്നു, BP ഉണ്ടായിരുന്നു. പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇത്രയും കാലം ചികിത്സ തേടി പോരുകയായിരുന്നു. പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കിടപ്പിലായ ഗോപൻ സ്വാമിയാണ് എഴുന്നേറ്റ് പോയി സമാധിയിരുന്നു എന്ന് മക്കൾ തന്നെ പറയുന്നത്, കുടുംബമടക്കം പറയുന്നത്. രാവിലെ ഏകദേശം ഒരു 10:30 ചൊവ്വാഴ്ച ദിവസം ഗോപൻ സ്വാമി മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ആ കല്ലറയ്ക്കുള്ളിൽ, സമാധിക്കല്ലിനുള്ളിൽ ഇവരുടെ പിതാവുണ്ടോ എന്ന കാര്യത്തിലുള്ള സംശയവും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്സിംഗ് കേസാണ് പോലീസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അച്ഛൻ നടന്ന് സമാധിപീഠത്തിലിരുന്ന് തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചുവെന്നാണ് പൂജാരി കൂടിയായ മകൻ രാജശേഖരൻ പറയുന്നത്. 5 വർഷം മുൻപേ സമാധിയാകാനുള്ള എല്ലാ തയ്യാറെടുപ്പ് നടത്തിയെന്നും പത്മപീഠം നിർമ്മിച്ചുവെന്നും ഇവർ തന്നെ പറയുന്നു. എന്തു തന്നെ സംഭവിച്ചാലും ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് പോലീസും ഭരണകൂടവും ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അതിലുള്ള ഭയപ്പാടാണ് ഇപ്പോഴുള്ളത്. കല്ലറയിൽ ഒരു കല്ലിളക്കിയാൽ തങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിയാണ് കുടുംബ അംഗങ്ങളൊക്കെ ഉയർത്തുന്നത്. ഇവരെ അനുകൂലിച്ചുകൊണ്ട് ഹൈന്ദവ സംഘടനകളും ഒപ്പം ചേർന്നു. വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും ഭാഗത്തു നിന്നുമൊക്കെ തന്നെ മൊഴി ലഭിച്ചിരിക്കുന്നതിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറയുന്നത്. എന്തിനേറെ പറയുന്നു, ഗോപൻ സ്വാമിയെ അപായപ്പെടുത്തിയത് തന്നെ ആയിരിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പരാതിയാണ് അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.